ഹലോ ആൻഡ് വെൽക്കം ടു ഡോക്ടർ നെസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ന് ബാക്ക് ടു പാത്തോളജിയാണ്. അനാറ്റമിയിൽ നമ്മൾ കുറച്ച് എംബ്രിയോളജിയും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി ബാക്ക് ടു പാത്തോളജി കുറച്ച് വീഡിയോസ് പാത്തോളജീൻ്റെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെക്രോസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നെക്രോസിസിൻ്റെ പ്രത്യേകത ഒരു മുഴുവൻ ഓർഗാനിസം മരിക്കാതെ ഒരു ഓർഗാനിസത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഭരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. പക്ഷേ മെയിനായിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് സെൽസിൻ്റെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സെൽസ് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നോർമലി സെൽസുകൾ മരിക്കാറും ജനിക്കാറും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് എല്ലാം 120 ദിവസം കൂടുമ്പോൾ മരിക്കും, പുതിയത് ജനിക്കും, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ ഒന്നും ഇൻഫ്ലമേഷൻ ഇല്ല. സോ അതുകൊണ്ട് അതിനെ നെക്രോസിസ് ആയിട്ട് പറയാൻ പറ്റില്ല. അതൊക്കെ അപ്പോപ്റ്റോസിസ് ആണ്. അപ്പം നെക്രോസിസ് വരുന്ന സിറ്റുവേഷനിൽ അവിടെ എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ again നെക്രോസിസ് എന്താണ് നെക്രോസിസ്? അപ്പോൾ പാത്തോളജിക്കൽ സെൽ ഡെത്ത് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ. അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ കാരണം ഒരു രോഗം കൊണ്ടുവന്ന ഒരു സെൽ ഡെത്തിനെയാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ്റെ പ്രസൻസ് ആണ് ഏറ്റവും കീ. അപ്പോൾ നമ്മളിതൊരു നോർമൽ സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ യൂഷ്വലി നമുക്കൊരു പിങ്ക് കളർ സൈറ്റോപ്ലാസവും കാണാം, പിന്നെ അതേപോലെ ഒരു ഇച്ചിരി ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് കാണാം. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇതിനെ ഒരു H&E സ്റ്റെയിനിങ് എന്നാണ് ഇതിന് പറയുന്നത്. ഹിമോടോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിനിങ് എന്ന് പറയും. അതിൽ ഈ സൈറ്റോപ്ലാസത്തിന് ഒരു പിങ്ക് കളർ കൊടുക്കുന്നത് നമ്മളുടെ ഇയോസിനാണ്. പിന്നെ അതേപോലെ ഈ ഒരു ന്യൂക്ലിയസിന് ഒരു ബ്ലൂയിഷ് കളർ കൊടുക്കുന്ന ഹിമോടോക്സിലിൻ എന്ന് പറഞ്ഞൊരു സ്റ്റെയിനാണ്. അപ്പോൾ ഇത് നമ്മൾ മൈക്രോബയോളജിയിൽ എങ്ങനെയാണ് സ്റ്റെയിനിങ് എന്നൊക്കെ നോക്കാം ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നോർമൽ സെല്ലിന് നമുക്ക് ഈ ഒരു പിങ്ക് സൈറ്റോപ്ലാസവും ബ്ലൂ ന്യൂക്ലിയസും കാണുന്നുണ്ട്. അതേസമയം ഒരു നെക്രോസിസ് സംഭവിച്ച ഒരു സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം ഒരു ബ്ലറായിരിക്കും, ഒരു അമോർഫസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതിലൊരു നമ്മൾക്ക് ക്ലാരിറ്റി ഇല്ല. അതാണ് ഒരു അമോർഫസ് എന്നുള്ള മീനിങ്. എന്ന് വെച്ചാൽ നോർമൽ സെല്ലിൽ നമുക്ക് ആ കറക്റ്റ് ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു നെക്രോസിസ് സംഭവിച്ച സെല്ലിൽ നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം ഒരു ബ്ലർഡ് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു എന്താ പറയുന്ന ലയിച്ചു പോയ പോലത്തെ ഒരു നിറം അല്ലെങ്കിൽ ഒരു വ്യത്യാസം തോന്നാത്തൊരു നിറം ഉള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വ്യക്തമായിട്ട് സെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സ്മഡ്ജ് പോലെ ഇരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് നെക്രോസിസ് ഉണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് കോയാഗുലേറ്റീവ് നെക്രോസിസ്, പിന്നെ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ്, കേഷ്യസ് നെക്രോസിസ്, ഫാറ്റ് നെക്രോസിസ്, ഫൈബ്രനോയിഡ് നെക്രോസിസ് ആൻഡ് ഗാംഗ്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോയാഗുലേറ്റീവ് നെക്രോസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കോയാഗുലേറ്റീവ് നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡീജനറേഷൻ കോസ് ഡ്യൂ ടു ദി ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളുടെ പച്ച മുട്ട എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന മുട്ട കട്ടിയാവും. അപ്പോൾ ആ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ഭാഗം വി കോൾ ഇറ്റ് ആൽബുമിൻ. ആ ലിക്വിഡ് ആയിട്ടുള്ള സാധനം വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാറി അതിനൊരു സോളിഡ് സ്ട്രക്ചറായി മാറും. അപ്പോൾ പ്രോട്ടീൻ്റെ നാച്ചുറൽ സ്ട്രക്ചർ മാറുന്നതിനാണ് നമ്മൾ ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ മെയിൻ റീസൺ ഇഷീമിയാണ്. അപ്പോൾ ഇഷീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലുകളിന് ഓക്സിജൻ കിട്ടാതെ അതിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമ്മളതിനെ ഇഷീമിയ എന്ന് പറയുന്നത്. അതിൻ്റെ മരണം സംഭവിക്കുമ്പോൾ നമ്മളതിനെ ഇൻഫാക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ കോയാഗുലേറ്റീവ് നെക്രോസിസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് നെക്രോസിസ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇഷീമിയ ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഇഷീമിയ കാരണം പ്രോട്ടീൻ ഡീനേച്ചറായിട്ട് സംഭവിക്കുന്നതിനാണ് ഈ കോയാഗുലേറ്റീവ് നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് സോളിഡ് ഓർഗൻസിലാണ്. ഫോർ എക്സാമ്പിൾ ഹാർട്ട്, കിഡ്നി, ലിവർ ആൻഡ് സ്പ്ലീനിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ പാരൻകൈമൈറ്റസ് ആയിട്ടുള്ള ഓർഗൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പ്ലീൻ്റെ ഭാഗം കാണാം. ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു വൈറ്റ് ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് കോയാഗുലേറ്റീവ് നെക്രോസിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. ആ ബ്ലഡ് വെസൽ നമ്മളുടെ ഈ ഒരു സ്പ്ലീനിന് സപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബ്ലഡ് വെസലിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു, അപ്പോൾ ബ്ലഡ് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ബ്ലഡ് എത്താത്തപ്പോഴത്തേക്കും അവിടെ ഇഷീമിയ സംഭവിക്കും. ഇഷീമിയ സംഭവിക്കുമ്പോഴത്തേക്കും ഈ ബ്ലഡ് വെസൽ എങ്ങോട്ടേക്കൊക്കെയാണോ ബ്ലഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആ ഭാഗങ്ങളെല്ലാം മരിച്ചു പോകും. അപ്പോഴങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഓഫ് ഇൻഫാക്റ്റ് വരുന്നത്. അപ്പോൾ കോയാഗുലേറ്റീവ് നെക്രോസിസിൻ്റെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസ്റ്റിങ്ഷനാണ് നമുക്ക് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണാൻ പറ്റും. പിന്നെ അവിടെ നമ്മൾ സെൽസ് നോക്കുമ്പോൾ അതിലൊരു സെൽസ് എല്ലാം അമോർഫസ് ആണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഒന്നും വേർതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ സെല്ലിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് റീറ്റെയിൻ ആണ്. ആ സെല്ലിൻ്റെ ഷേപ്പിന് വലിയ വ്യത്യാസം വന്നില്ല, പക്ഷേ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പോയി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോർമൽ സെൽസ് ആണ് കാണിച്ചേക്കുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ നെക്രോസിസ് വന്ന സെൽസ് ആണ്. ഇത്തിരി കൂടെ ക്ലാരിറ്റിയിൽ കാണാം.
സോ അഗൈൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോർമൽ സെൽസ് കാണാം. അവിടെ നമുക്ക് സൈറ്റോപ്ലാസവും നമ്മളുടെ ന്യൂക്ലിയസും എല്ലാ സാധനവും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ദേ ആർ നോർമൽ. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കോയാഗുലേറ്റീവ് നെക്രോസിസ് സംഭവിച്ച സെൽസുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, എല്ലാം ഒരു ബ്ലറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് വേറൊരു എക്സാമ്പിൾ. അഗൈൻ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഒന്നുമില്ല, എവിടെയാണ് ന്യൂക്ലിയസ് എവിടെയാണ് സൈറ്റോപ്ലാസം ഒന്നും ക്ലിയർ ആകുന്നില്ല. സോ ദിസ് ഈസ് ദി നെക്രോട്ടിക് സോൺ. ആൻഡ് ബാക്കി ചുറ്റുമുള്ള ഏരിയ എല്ലാം നോർമലാണ്, അവിടെ എല്ലാം നമുക്ക് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും എല്ലാം കാണാം. സോ ദേ ആർ നോർമൽ ആൻഡ് ദ സെൻറ്റർ ഏരിയ ഇസ് ദി നെക്രോട്ടിക് സോൺ. പിന്നെ നമ്മൾ ഈ കോയാഗുലേറ്റീവ് നെക്രോസിസ് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് കാണുന്ന സാധനം ഔട്ട്ലൈൻ പ്രിസർവ്ഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ സെല്ലിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങൾക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. സെല്ലിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് മെയിനായിട്ടുള്ള വിഷയം. പക്ഷേ സെല്ലിൻ്റെ ഔട്ടർ ലെയർ മെയിൻറ്റെയിൻഡ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിലും കാണാം, ഈ സെല്ലിൻ്റെ ഔട്ടർ ലെയേഴ്സൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഗോസ്റ്റ് സെൽ എന്ന് വിളിക്കും. യൂഷ്വലി പാത്തോളജിയിൽ ഒരുപാട് കമ്പാരിസൺസ് ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ഗോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാർട്ടൂൺസിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ ഒരു വെള്ള തുണി ഇട്ടൊരു ഗോസ്റ്റിനെ പോലെ ഈ സെൽസ് നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗോസ്റ്റിനെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ശവക്കല്ലറകൾ പോലെ. അപ്പോൾ ഇവിടെ ആ ഒരു ടൂം സ്റ്റോൺ അപ്പിയറൻസ് എന്നാണ് അതിന് പറയുന്നത്. ശവക്കല്ലറകൾ അറേഞ്ച് ചെയ്തേക്കുന്ന പോലെ നമുക്കിങ്ങനെ ഓരോ സെല്ലുകൾ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാമല്ലോ. സോ ദാറ്റ് ഈസ് ദി ഗോസ്റ്റ് സെൽസ് ആൻഡ് ദ ടൂം സ്റ്റോൺ അപ്പിയറൻസ്. ബോത്ത് ആർ സെയിം. ജസ്റ്റ് ഓരോ കലാപരമായിട്ട് പാത്തോളജിസ്റ്റുമാർ കണ്ടുപിടിച്ചൊരു വേർഡാണത്, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇൻഫാക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഏരിയ ഓഫ് കോയാഗുലേറ്റീവ് നെക്രോസിസ് ഫോംഡ് ഡ്യൂ ടു ഇഷീമിയ. അപ്പോൾ ഇഷീമിയ നമുക്ക് ഓൾറെഡി അറിയാം, ഓക്സിജൻ്റെ സപ്ലൈ ഇല്ലാതെ സെൽസിന് ഡാമേജ് വരുന്നതാണ് ഇഷീമിയ. ആ ഇഷീമിയ കുറച്ചും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് ഇൻഫാക്ഷൻ ആവും. സോ ദിസ് ഈസ് ദി സെൽ ഡാമേജ് സിറ്റുവേഷൻ. ആൻഡ് ആ സെൽ ഡാമേജ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു സെൽ ഡെത്ത്. അപ്പോൾ ആ സെൽ ഡെത്ത് സംഭവിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഇൻഫാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരു ഏരിയ ഓഫ് കോയാഗുലേറ്റീവ് നെക്രോസിസ് ആണ്. കാരണം നമുക്കറിയാം ഒരു ബ്ലഡ് വെസൽ വേണം ആ ഒരു ഓർഗനിലേക്ക് ആ ബ്ലഡിനെ സപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആ ബ്ലഡ് വെസൽ സ്റ്റക്കായി അല്ലെങ്കിൽ ബ്ലഡ് വെസലിൽ കൂടെ ബ്ലഡ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബ്ലഡ് വെസൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം സെൽസ് മരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ സെൽ ഡെത്ത് സംഭവിക്കും, അപ്പോൾ ഇഷീമിയ കാരണം. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. പിന്നെ യൂഷ്വലി ആ ട്രയാങ്കിളിൻ്റെ എപ്പെക്സ് അല്ലെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ കൂർത്ത ഭാഗം എപ്പോഴും ആ എവിടെയാണോ ബ്ലഡ് വെസൽ ഒബ്സ്ട്രക്റ്റഡ് ആയ ആ ഒരു ഏരിയനെ സൂചിപ്പിക്കും. ഇത് യൂഷ്വലി നമ്മൾ പോസ്റ്റ്മോർട്ടത്തിലാണ് കാണുന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആക്ച്വലി മരിച്ചു കഴിയുമ്പോഴേ നമുക്ക് അവരുടെ ഓർഗൻ എടുത്ത് മാറ്റിയിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ നെക്രോസിസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വൈറ്റ് ഇൻഫാക്ട്, ദെൻ റെഡ് ഇൻഫാക്ട്. അപ്പോൾ വൈറ്റ് ഇൻഫാക്ട് നടക്കുന്നത് ഒറ്റ ബ്ലഡ് വെസൽ മാത്രം സപ്ലൈ ചെയ്യുന്ന ഓർഗൻസിലാണ്. ഫോർ എക്സാമ്പിൾ ഹാർട്ട്, കിഡ്നി ആൻഡ് ഓൾസോ സ്പ്ലീൻ. ആൻഡ് രണ്ടാമത്തത് റെഡ് ഇൻഫാക്ട്. അത് ഡുവൽ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലുള്ള ബ്ലഡ് സപ്ലൈ വരുന്ന ഓർഗൻസിൽ കാണുന്ന സംഭവമാണ്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ ദി ലിവർ ആൻഡ് ദി ലങ്സ്. അപ്പോൾ നമ്മൾക്ക് ഈ ആദ്യത്തെ ഡയഗ്രത്തിൽ കാണാം ഒരു വൈറ്റ് കളർ ട്രയാങ്കുലർ ഇൻഫാക്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വൈറ്റ് ഇൻഫാക്റ്റ് ആണ്. ഇത് ബേസിക്കലി ഒരു എന്താ പറയുന്ന നമ്മളുടെ ഒരു സ്പ്ലീനിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതേപോലെ റെഡ് ഇൻഫാക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു റെഡ് കളറിലിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആദ്യത്തെ മെയിൻ ബ്ലഡ് വെസൽ സ്റ്റക്കായി എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓർഗൻസിൽ വേറെ സെപ്പറേറ്റ് കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസൽസ് ആ ഏരിയ അല്ലെങ്കിൽ ആ ഓർഗനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ബ്ലഡ് വെസൽ സ്റ്റക്കായി. അപ്പോൾ അത് കാരണം എന്താ, അതിൻ്റെ മെജോറിറ്റി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 80% ഓഫ് ബ്ലഡ് നിന്നു, പക്ഷേ ബാക്കി ഒരു 20% ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ 20% ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൽസിനെ ജീവനോട് പിടിച്ചു നിർത്താനായിട്ടുള്ളതിനും മാത്രമുള്ള ബ്ലഡ് കിട്ടുന്നില്ല. പക്ഷേ സെൽസ് മരിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ബാക്കിയുള്ള ബ്ലഡ് മൊത്തം വന്ന് ഈ മരിച്ച സ്ഥലത്ത് വന്നെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുമിഞ്ഞു കൂടും. ആ സമയത്താണ് നമ്മൾക്ക് ഈ ഒരു റെഡ് കളർ ഏരിയ കാണുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദി റെഡ് ഇൻഫാക്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഡ്യുവൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഓർഗൻസിലാണ് കാണുന്നത്. ഇൻ ദി ലിവർ ആൻഡ് ലങ്സ് ഇത് ദ മോസ്റ്റ് കോമൺ. ആൻഡ് വൺ ബ്ലഡ് സപ്ലൈ ഉള്ള സ്ഥലത്ത് വൈറ്റ് ഇൻഫാക്റ്റ് ആണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തത് ലിക്വിഫാക്റ്റീവ് നെക്രോസിസ്. ആ വേർഡിൽ തന്നെ ഉണ്ട്. മറ്റെവിടെ കോയാഗുലേഷൻ സോളിഡ് ആയിരുന്നു, ഇവിടെ ലിക്വിഫാക്റ്റീവ് ആണ്. അപ്പോൾ ലിക്വിഡായി മാറുവാണ്, എന്താ പറയുന്ന അഴുകി പോവുകയാണ്. അപ്പോൾ ഇതിനെ വേറൊരു പേരും കൂടെ വിളിക്കും കൊളിക്കുലേറ്റീവ് നെക്രോസിസ്. മറ്റവിടെ നമ്മൾ കോയാഗുലേറ്റീവ് എന്നാണ് വിളിച്ചത്, ഇവിടെ കൊളിക്കുലേറ്റീവ്. സോ ഇറ്റ് ഫോംസ് എ ലിക്വിഡ്.
അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മളുടെ ആദ്യം കണ്ട കോയാഗുലേറ്റീവ് നെക്രോസിസിൽ നമ്മൾ പഠിച്ചു സെല്ലിൻ്റെ ഔട്ട്ലൈൻസ് പ്രിസർവ്ഡ് ആണ്. അപ്പം നമുക്ക് സെല്ലിൻ്റെ അകത്തൊന്നും ക്ലിയർ അല്ലെങ്കിലും സെല്ലിൻ്റെ പുറമെ ഇതൊരു സെല്ല് ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. പക്ഷേ ലിക്വിഫാക്റ്റീവ് നെക്രോസിസിൽ അത് പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടി അങ്ങോട്ട് ഒരു അലിഞ്ഞ് ചേർന്നൊരു കുഴമ്പ് രൂപത്തിലായി മാറുന്നതിനാണ് നമ്മൾ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻലി സംഭവിക്കുന്നത് ടിഷ്യൂസ് വിച്ച് ഹാസ് ഹൈഡ്രോലൈറ്റിക് എൻസൈം, ഹൈഡ്രോ ഫോർ വാട്ടർ, ലൈറ്റിക് ഫോർ സ്പ്ലിറ്റിംഗ്. അപ്പോൾ വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഓരോ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈംസിനാണ് നമ്മൾ ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻസൈംസ് ഉള്ള ടിഷ്യൂസിൽ നെക്രോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം അഴുകിപ്പോവും അല്ലെങ്കിൽ ലിക്വിഡായി പോകും. അപ്പോൾ സെല്ല് ഔട്ട്ലൈൻ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ സെല്ലിൻ്റെ ആർക്കിടെക്ചർ തന്നെ ഡാമേജ് ആവുന്നു. ഇത് മെയിൻലി നമ്മൾ കാണുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഇഷീമിയയിലാണ് നമ്മളിത് മെയിനായിട്ട് കാണുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഓർഗൻസിൽ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിലും കാണാം, സ്റ്റാഫ് ഓറിയസിൻ്റെ ഇൻഫെക്ഷൻ വരുവാണെങ്കിലും കാണാം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ നമ്മളുടെ നോർമൽ സെൽസ് ആണ്. പക്ഷേ ഈ സെൻറ്റർ ഏരിയ നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് ഇന്ന സെല്ല് ഇവിടെയാണ് ഇന്ന സെല്ല് അവിടെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം കൂടി ഒരു മിക്സ്ഡ് അപ്പ് ആണ്. സോ ദിസ് ഇസ് എ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിവിടെ ഒരു ബ്രെയിനിൻ്റെ ഒരു സ്പെസിമെൻ എടുത്ത് നോക്കുവാണ്. അപ്പോൾ ബ്രെയിനിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു ക്ലാരിറ്റി അല്ല, എല്ലാം കൂടി ഒന്ന് ഒരു ലിക്വിഡ് പോലെ അഴുകി വന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ദിസ് ഇസ് ലിക്വിഫാക്റ്റീവ് നെക്രോസിസ്. നമ്മളിപ്പോൾ കണ്ട സാധനത്തിൻ്റെ ഒരു ഗ്രോസ് ഡയഗ്രാമാണ് ഇത്. ഇത് മെയിൻലി ഒരു സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന സിറ്റുവേഷനാണ്. പിന്നെ ദ തേർഡ് വൺ ഇസ് കേസിയേറ്റിംഗ് നെക്രോസിസ്. കേസിയേറ്റിംഗ് നെക്രോസിസ് അതിനെ നമ്മൾ ചീസ് ലൈക്ക് നെക്രോസിസ് എന്ന് പറയും. ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലിൽ നിന്നുണ്ടാക്കുന്ന സോളിഡ് ആയിട്ടുള്ളൊരു സാധനം, നമ്മുടെ പനീറോ അല്ലെങ്കിൽ പാർമസാനോ അങ്ങനത്തെയൊക്കെ ഒരു ചീസ് അല്ലെങ്കിൽ സോളിഡിഫൈഡ് ആയിട്ടുള്ള മിൽക്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ചീസ്. അപ്പോൾ അതുപോലെ നമ്മളുടെ നെക്രോസിസ് ഇരുന്ന് കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് കേസിയസ് നെക്രോസിസ്. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇത് ഏത് ഓർഗനാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് ദി ലങ്സ്, ആ ഒരു കൂർത്തിരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ അവിടെയായിട്ട് സെൻറ്ററിലൊരു ചീസ് പോലെ അല്ലെങ്കിൽ ഒരു പനീർ പോലത്തെ ഒരു സിമിലാരിറ്റി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ കേസിയേറ്റിംഗ് നെക്രോസിസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻലി സംഭവിക്കുന്നത് കോയാഗുലേറ്റീവും ലിക്വിഫാക്റ്റീവും രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ, സോ ബോത്ത് ടൈപ്പ് ഓഫ് നെക്രോസിസ് ഒക്കർ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ജെല്ലി പോലത്തെ ഒരു നെക്രോസിസ് സംഭവിക്കും. അവിടെയാണ് നമ്മൾ ഈ കേസിയേറ്റിംഗ് നെക്രോസിസ് കാണുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോയാഗുലേറ്റീവ് ആണ് കൂടുതൽ, അപ്പോൾ കട്ട പിടിക്കുന്നതാണ് കൂടുതൽ മോർ ദാൻ ലിക്വിഡ്. അപ്പോൾ മറ്റേതിൽ കട്ടയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ കട്ട പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൽ ഇത്തിരി കൂടെ ലിക്വിഡും കൂടെ വരുമ്പോഴെന്തായി അതൊരു ജെല്ലി കൺസിസ്റ്റൻസി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചീസ് ലൈക്ക് നെക്രോസിസ് വരുന്നത്. ഇത് മെയിനായിട്ട് കാണുന്നത് നമ്മൾ ട്യൂബർക്കുലോസിസ്, ഇന്ത്യൻ ഡെമോഗ്രാഫിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ TB വന്ന ഒരാളുടെ അല്ലെങ്കിൽ ക്ഷയരോഗം വന്ന ഒരാളുടെ ലങ്സിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ കേസിയേറ്റിംഗ് നെക്രോസിസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ സിഫിലിസിലും പിന്നെ അതേപോലെ സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ കേസിയേറ്റിംഗ് നെക്രോസിസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് യൂഷ്വലി ഗമ്മ എന്നുള്ളൊരു പാത്തോളജിക്കൽ വേർഡിംഗ് ഉണ്ട്, നമുക്കത് ഇൻ ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ട്യൂബർക്കുലോസിസിൻ്റെ ഗ്രാനുലോമ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ ഗ്രാനുലോമ? ഗ്രാനുലോമ നമുക്ക് വേറെ രീതിയിൽ പറയാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ലൈക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ളൊരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് യൂഷ്വലി ഒരു ഗ്രാനുലോമ ഫോർമേഷൻ കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സെൽസ് ഇങ്ങനെ മരിച്ച് അവിടെ വല്ല ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ നമുക്ക് അതിനെ അങ്ങോട്ട് അഴിച്ചു വിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ കണ്ടൻസ് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്ടീരിയാസ് എല്ലാ സെൽസിലേക്കും പടർന്ന് ബാക്കി എൻറ്റയർ ഓർഗാനിസത്തിന് ഡാമേജ് സംഭവിപ്പിക്കുക. അപ്പോൾ അത് കാരണം നമ്മളുടെ ബോഡി ഒരു പ്രത്യേക ഒരു തരം ഒരു ഇവല്യൂഷൻ ഉണ്ട്. ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിന് ചുറ്റും ഒരു മതിൽ പണിയും. ആ മതിൽ പണിത് വെക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണോ ഇതിൻ്റെ അകത്ത് ബാഡായിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ബാക്ടീരിയാസ് ആണുള്ളത് അതൊക്കെ അതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പൊക്കത്തൊരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ കാണാം, ഈ നടുഭാഗത്ത് നമുക്ക് ബാക്ടീരിയാസും മരിച്ചുപോയ WBCസും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ബേസിക്കലി ട്യൂബർക്കുലോസിസിൻ്റെ ബാക്ടീരിയാസ് ആണ് കാണുന്നത്. അതിൻ്റെ ചുറ്റും എന്തുണ്ട്? നിങ്ങൾക്ക് ഒരു ഔട്ടർ കട്ടിയുള്ളൊരു ലെയർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു മതിൽ പോലെ ഫങ്ഷൻ ചെയ്യുവാണ്. അപ്പോൾ ദർ ഇസ് എ wall covering this inflammatory area. അപ്പോൾ ഇതിനെ നമുക്കൊരു ട്യൂബർക്കുലോസിസ് ട്യൂബർക്കുലോസിസ് ഗ്രാനുലോമ എന്ന് നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ട്യൂബർക്കുലോസിസിൻ്റെ ബാക്ടീരിയനെ കാണാം. പിന്നെ അതേപോലെ ലാങ്ഹാൻസ് ജയന്റ് സെൽസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ഒരു സെല്ലുകളെ കാണാം. കുറേ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസാണ്. ഇതൊക്കെ WBCൻ്റെ ഓരോ വകഭേദങ്ങളാണ്.
പിന്നെ അതേപോലെ കുറേ എപ്പിത്തീലിയോയിഡ് മാക്രോഫേജസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഇത് ഈ ബാക്ടീരിയാസിനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള ഓരോ WBCൻ്റെ ഓരോ വകഭേദങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഉണ്ട പോലെ ഫോം ചെയ്ത് വരുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഈ ട്യൂബർകുലോസിസ് ഗ്രാനുലോമ എന്ന് വിളിക്കുന്നത്. ഇപ്പുറത്ത് അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് ഡയഗ്രമാണ്. അപ്പം നടുക്ക് നമുക്ക് ഈ ഒരു കേസിയേറ്റിംഗ് നെക്രോസിസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ചുറ്റും നമുക്ക് ഈ ലാങ്ഹാൻസ് ജയൻ സെൽസും കാണാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ എപ്പിത്തീലിയോഡ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ബാക്ടീരിയാസിനെയൊക്കെ തിന്നുന്ന ഒരു എപ്പിത്തീലിയം പോലത്തെ മാക്രോഫേജസിനെ കാണാം. പിന്നെ അതിൻ്റെ ഫുൾ ചുറ്റുമായിട്ട് നമുക്ക് ആ ഒരു വോൾ ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്യൂബർകുലോസിസിൻ്റെ ഗമ്മയാണ്. ദെൻ വി ഹാവ് ദി ഫാറ്റ് നെക്രോസിസ്. അപ്പോൾ ഫാറ്റ് നെക്രോസിസ് ആ വേർഡിൽ തന്നെ ഉണ്ട്, നമ്മളുടെ ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റി ടിഷ്യൂസിൻ്റെ നെക്രോസിസ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് എവിടെയായിരിക്കും നടക്കുന്നത്? ഒന്നെങ്കിൽ ഇൻ ഓർഗൻസ് വിത്ത് ഹൈ എമൗണ്ട്സ് ഓഫ് ഫാറ്റ്, അല്ലെങ്കിൽ ലിപ്പേസ് എൻസൈമുള്ള ഓർഗൻസിൽ ഇത് സംഭവിക്കാം. അപ്പോൾ ഏതൊക്കെ ഓർഗൻസ് ആണ് ഭയങ്കര ഫാറ്റി ആയിട്ടുള്ളത്? ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി ദ ബ്രസ്റ്റ് ഓർ ദി ഒമെൻറ്റം. അങ്ങനത്തെയൊക്കെ ഓർഗൻസിൽ നമുക്ക് ഈ ഫാറ്റി നെക്രോസിസ് കാണാൻ പറ്റും, കാരണം അവിടെയൊക്കെ ഒരുപാട് ഫാറ്റ് ടിഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ പാൻക്രിയാസിൻ്റെ അകത്ത് ഒരുപാട് ലിപ്പേസ് എൻസൈം. അപ്പോൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള സാധനം നമ്മുടെ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിലുള്ള പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് ഈ ഫാറ്റിനെ, നമ്മൾ കഴിക്കുന്ന ഫാറ്റിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പാൻക്രിയാസിന് തന്നെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് ഈ പാൻക്രിയാസിൻ്റെ എൻസൈംസ് മൊത്തം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ പാൻക്രിയാസിന് തന്നെ ഡെത്ത് സംഭവിക്കാം. അപ്പോൾ അവിടെയുള്ള ഫുൾ ഫാറ്റ് ഫുള്ള് ഡൈജസ്റ്റായി അവിടെ ഫാറ്റ് നെക്രോസിസ് സംഭവിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈവൻ ദോ ദ പാൻക്രിയാസ് ഈസ് സെക്രീറ്റിംഗ് ദിസ് ലിപ്പേസ്, ഇത് എപ്പോഴും ഒരു ഇൻആക്റ്റീവ് ഫോമായിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അത് ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പാൻക്രിയാസിനെ തന്നെ അത് ഡാമേജ് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ പാൻക്രിയാറ്റൈറ്റിസ് വരുന്നുണ്ട്, നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പോൾ ആ സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഇൻആക്റ്റീവ് ആയിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇതിൻ്റെ ഈ പാൻക്രിയാസിൻ്റെ അകത്ത് വെച്ച് തന്നെ ഇത് ആക്റ്റീവ് ആവും. അവിടെ നമുക്ക് പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫാറ്റ് നെക്രോസിസ് കാണാൻ പറ്റും. അവസാനം ഇറ്റ് വിൽ ലീഡ് ടു എ ചോക്കി വൈറ്റ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയും. നമ്മളുടെ ഈ ഫാറ്റ് കുറച്ച് കാൽസ്യം കൂടി മിക്സ് ചെയ്തിട്ട് സോപ്പ് പോലെയായി മാറും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ശരീരത്തിലുള്ള ലിപ്പിഡ്സ്, ഇറ്റ് ക്യാൻ ബി ഇൻ ദി ഓർഗൻസ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇൻ ദ പാൻക്രിയാസ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പാൻക്രിയാറ്റൈറ്റിസ് വരുന്ന സിറ്റുവേഷനിൽ, അപ്പോൾ ഐറ്റിസ് മീനിങ് ഇൻഫ്ലമേഷൻ. അപ്പോൾ പാൻക്രിയാസിൻ്റെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അൺവാണ്ടഡ് ആയിട്ട് നമ്മളുടെ ലിപ്പേസ് ആക്ടിവേറ്റ് ആവും. ഇതിൻ്റെ മെയിൻ ഒരു റീസൺ ആൽക്കഹോളിസം ആണ്. അപ്പോൾ ഒരുപാട് ആൽക്കഹോളിസം ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അയാളുടെ പാൻക്രിയാസ് അടിച്ചു പോകുന്ന സിറ്റുവേഷൻ ഇതുകൊണ്ടാണ്. ആ പാൻക്രിയാസിൻ്റെ അകത്ത് വെച്ച് തന്നെ ഈ ലിപ്പേസ് മൊത്തം ആക്ടിവേറ്റ് ആകുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോൾ ആക്കും. അപ്പോൾ ഈ ലിപ്പിഡ്സ് ബിക്കംസ് ഫാറ്റി ആസിഡ് ഡ്യൂ ടു ദി ഹൈ എമൗണ്ട് ഓഫ് ലിപ്പേസ് ആക്ടിവേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫാറ്റി ആസിഡ്സ് കാൽസ്യത്തിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സപ്പോണിഫിക്കേഷൻ അല്ലെങ്കിൽ സോപ്പ് ഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു ഫാറ്റ് നെക്രോസിസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കതിൽ കുറേ വൈറ്റിഷ് ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഫാറ്റി ആയിട്ടുള്ളൊരു ഒമെൻറ്റം ലെയറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒമെൻറ്റത്തിൽ നമുക്ക് ഈ കുറേ വൈറ്റിഷ് ആയിട്ടുള്ള കുറേ ഡോട്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ട സപ്പോണിഫിക്കേഷൻ റിയാക്ഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഫാറ്റ് നെക്രോസിസ് സംഭവിച്ചു. അപ്പോൾ ഫാറ്റ് ഡൈ ചെയ്യുന്നു, അവിടെ കുറേ കാൽസ്യം വന്ന് ആ ഫാറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാറ്റി ആസിഡിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സോപ്പ് ഫോർമേഷൻ അല്ലെങ്കിൽ സപ്പോണിഫിക്കേഷൻ നടക്കുന്നു. അങ്ങനെയാണ് ആ ഒരു വൈറ്റ് കളർ ഫാറ്റ് നെക്രോട്ടിക് ഏരിയ നമ്മൾ ഈ ഒമെൻറ്റത്തിലൊക്കെ കാണുന്നത്. ബ്രസ്റ്റിലും കാണാം. ഓക്കെ, അപ്പോൾ ഈ ഫൈബ്രിനോയിഡ് നെക്രോസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫൈബ്രിനോയിഡ് നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫൈബ്രിൻ അല്ലെങ്കിൽ നൂല് പോലത്തെ കുറേ പ്രോട്ടീൻസിൻ്റെ ഡാമേജ് കാരണം വരുന്ന കുറേ നെക്രോട്ടിക് സിറ്റുവേഷൻ ആണ്. ഇത് മെയിൻലി മീഡിയേറ്റഡ് ബൈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഡിപ്പോസിഷൻ. അപ്പോൾ ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, ചിലപ്പോൾ നമ്മളുടെ തന്നെ സ്വന്തം സെൽസ് ആകാം. അപ്പോൾ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു സാധനത്തിനോട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കും. എന്നിട്ട് ഈ ആൻറ്റിജനിൽ പോയിട്ട് ഒരുപാട് ആൻറ്റിബോഡീസ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും.
അപ്പോൾ ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടെ കമ്പൈൻ ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇത് പോയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് പോയി ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ കുറേ ഡാമേജ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഈ ഫൈബ്രിനോയിഡ് നെക്രോസിസ് വരുന്നത്. അപ്പോൾ ഈ ഡിപ്പോസിഷൻ കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡ് വെസൽസ് ഡാമേജ് ആകും. അപ്പോൾ ഒന്നാലോചിക്കുക, അപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയത്തിന് ഫസ്റ്റ് ഇഞ്ചുറി സംഭവിക്കുന്നു. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചുറി വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ തുടങ്ങുന്നു. അപ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് അല്ലെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോർമേഷൻ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അതിന് ചുറ്റുമുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ഡാമേജ് ആകുന്നു. അപ്പോൾ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് വന്നിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് അവസാനം അവിടെ ഫൈബ്രിനോയിഡ് നെക്രോസിസ് സംഭവിക്കുന്നു. ഒരു ഇമ്മ്യൂൺ റിയാക്ഷനാണ്. അപ്പോൾ ബേസിക്കലി ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് റിയാക്ഷനും കാര്യങ്ങളെല്ലാം ഒരു റുമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളുടെ സെൽസിന്, അപ്പോൾ ബ്ലഡ് വെസൽ നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സെല്ലല്ലേ, അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിന് നമ്മളുടെ സ്വന്തം ശരീരം ഡാമേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഫൈബ്രിനോയിഡ് നെക്രോസിസ്. സോ ഇറ്റ് ഈസ് എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ കണ്ടുവരുന്നത് പാൻ അല്ലെങ്കിൽ പോളിആർത്രൈറ്റിസ് നോഡോസ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഓർ മാലിഗ്നൻറ്റ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഈ ബ്ലഡ് വെസലിൻ്റെ ചുറ്റും ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പിങ്ക് കളർ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഫൈബ്രിനോയിഡ് നെക്രോസിസ് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഇൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ നമുക്കൊരു ആഷ് ഓഫ് ബോഡീസ് എന്ന് പറഞ്ഞൊരു ബോഡി ഫോർമേഷൻ കാണാം. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ മസിലിൻ്റെ അകത്ത് കുറേ ഡിപ്പോസിഷൻ, ഈ ഫൈബ്രിനോയിഡ് നെക്രോസിസിൻ്റെ കുറേ ഡിപ്പോസിഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് മെയിൻലി നമുക്ക് റുമാറ്റോളജി ടോപ്പിക്സിൽ നോക്കാം ഇൻറ്റേർണൽ മെഡിസിൻ്റെ അകത്ത്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫൈബ്രിനോയിഡ് നെക്രോസിസ് വന്ന് കുറേ സ്ഥലത്ത് അടിഞ്ഞു കൂടിയിട്ട് അവിടെ കുറേ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിറ്റുവേഷനാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതൊരു ബ്ലഡ് വെസലാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസലിൻ്റെ നടുക്ക് നമുക്ക് RBCs കാണാൻ പറ്റും. അതിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ എൻഡോത്തീലിയം കാണാം. പക്ഷേ ഏറ്റവും ഔട്ട് സൈഡിൽ നമുക്ക് ഈ ഒരു പിങ്ക് കളറിൽ നമുക്ക് ഇങ്ങനെ ഫൈബ്രിനോയിഡ് നെക്രോസിസ് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ദി ഫൈബ്രിനോയിഡ് നെക്രോസിസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ കാണുന്നത്. അപ്പോൾ ബ്ലഡ് വെസലിൻ്റെ ചുറ്റുമുള്ള ഒരു നെക്രോസിസ് ഡിപ്പോസിഷൻ. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഡ്യൂ ടു ദി ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഡിപ്പോസിഷൻ വിത്തിൻ ദി endothelium of the blood vessels. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ഗാംഗ്രീൻ ഉണ്ട്. അപ്പോൾ ഗാംഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെക്രോസിസ് ഓഫ് എ ലാർജ് ഏരിയ വിത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ ലാർജ് ആയിട്ടുള്ളൊരു ഏരിയ നെക്രോസിസ് ആവുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ. അവിടെ കുറേ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗാംഗ്രീൻ എന്ന് വിളിക്കാം. അപ്പോൾ അത് 3 ടൈപ്പ് ഉണ്ട്. ഡ്രൈ ഗാംഗ്രീൻ ഉണ്ട്, വെറ്റ് ഗാംഗ്രീൻ ഉണ്ട്, ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ട്. ഇപ്പോൾ ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ അത് മെയിൻലി ഇഷീമിയ കാരണമാണ് വരുന്നത്. അപ്പോൾ ഇഷീമിയ കാരണം നമുക്ക് എന്തോരം ഓൾറെഡി അറിയാം, കോയാഗുലേറ്റിംഗ് നെക്രോസിസ് വരുന്നു. പക്ഷേ ഇതെപ്പോഴും ഇൻ ദി ഏരിയ ഓഫ് ദി ടിഷ്യൂസ് അല്ലെങ്കിൽ ടിഷ്യൂസ് എക്സ്പോസ്ഡ് ടു എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മളുടെ പുറമേ ഉള്ള എയറിനോട് എക്സ്പോഷർ ഉള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ബേസിക്കലി സ്കിന്നിൽ ഈ ഒരു ഇഷീമിയ വന്ന് നെക്രോസിസ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ഗാംഗ്രീൻ വരും. അപ്പം നോക്ക്, ഈ കാലിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചേക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഗാംഗ്രീൻ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് എൻവയോൺമെൻറ്റിനോട് എക്സ്പോസ്ഡ് ആണ്, സ്കിന്നാണ്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ബ്ലഡ് വെസൽ ഫോർ സം റീസൺ ബ്ലോക്കായി. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങോട്ടേക്ക് ബ്ലഡ് എത്തത്തില്ല. അങ്ങനെ ബ്ലഡ് എത്താത്തപ്പോൾ അതിൻ്റെ ബ്ലഡ് എത്താത്ത ഭാഗങ്ങൾ മരിച്ചു പോകുന്നു. പക്ഷേ അതൊരു എൻവയോൺമെൻറ്റിനോട് എക്സ്പോഷർ ഉള്ള കാരണം അതെല്ലാം ഡ്രൈ ആയി പോകും. അപ്പോൾ ഉണങ്ങിപ്പോവും. കാരണം അവിടെയുള്ള മോയ്സ്ചറിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബ്ലഡ് വരുന്നില്ല. അപ്പോൾ അവിടെയുള്ള മോയ്സ്ചർ മൊത്തം എയറിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ എല്ലാം ഉണങ്ങി ഒരു മമ്മിഫിക്കേഷൻ, നമ്മുടെ ഈജിപ്തിലൊക്കെ ഉള്ള മമ്മീസിനെ പോലെ ഉണങ്ങി പോകുന്നു. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു ക്ലിയർ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ നമുക്കിവിടെ കാണാം. നല്ല ടിഷ്യൂ എവിടെ, ചീത്ത ടിഷ്യൂ എവിടെയെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? ശരിക്കും നമുക്ക് ആ ചീത്ത ടിഷ്യൂസ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബാക്കി ഈ ഒരു ഗാംഗ്രീൻ സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സർജിക്കൽ ഒരു സൊല്യൂഷൻ ഉണ്ട് ഈ സിറ്റുവേഷനിൽ, ഡ്രൈ ഗാംഗ്രീനിൽ. കാരണം എന്താ? നമുക്കൊരു ക്ലിയർ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ക്ലിയർ ലൈൻ ഓഫ് ഗാംഗ്രീൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് വെച്ചുകൊണ്ടിരിക്കും തോറും അവിടെയുള്ള ബാക്ടീരിയാസ് ബാക്കി നല്ല ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യുന്നു, അവിടെ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ മരിച്ച ഭാഗങ്ങൾ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം ലിറ്ററലി ദേ ആർ ഡെഡ്. അപ്പോൾ അതങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ രണ്ടാമത്തെ സാധനം ഈസ് വെറ്റ് ഗാംഗ്രീൻ. വെറ്റ് ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ അവിടെ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ആണ്, അല്ലെങ്കിൽ ഇഷീമിയ വിത്ത് ആൻ ഇൻഫെക്ഷൻ സിറ്റുവേഷൻ. മറ്റെവിടെ ഇൻഫെക്ഷൻ വരാം, പക്ഷേ മെയിൻലി ഉണങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻറ്റോട് എക്സ്പോഷർ ഉള്ള കാരണം അത് അങ്ങോട്ട് ഉണങ്ങിപ്പോകുന്നു. പക്ഷേ ഇത് മെയിൻലി ഇൻസൈഡ് അവർ ബോഡിയാണ്.
ഈ വെറ്റ് ഗാംഗ്രീൻ നടക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് അവർ ബോഡി എക്സെപ്റ്റ് ഇൻ ദ സിറ്റുവേഷൻ ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ. അപ്പോൾ ഇൻസൈഡ് അവർ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റസ്റ്റൈൻസിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ബ്ലഡ് വരാതെ അവിടെ മരിച്ചുപോയി അവിടെ വല്ല ഇൻഫെക്ഷൻസ് വരും. കാരണം ഓബ്വിയസ് ആണ്, അവിടെ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസിൻ്റെ എവിടെയെങ്കിലും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻസിൻ്റെ അകത്ത് നിറച്ചും ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ആ ബാക്ടീരിയാസ് എല്ലാം അവിടെ പെറ്റ് പെരുകുന്നു, അവിടെ ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ലല്ലോ, ഡെത്തായില്ലേ. അപ്പോൾ അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് അവിടെ ഒരുപാട് അഴുകി ലിക്വിഡായി പോകും ഇൻറ്റസ്റ്റൈൻസ്. അപ്പോൾ ബേസിക്കലി അത് ഡെത്ത് വളരെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു വെറ്റ് ഗാംഗ്രീൻ കാണാൻ പറ്റും. പിന്നെ അതേപോലെ എക്സെപ്റ്റ് ഇൻ ഡയബറ്റിക് ഫുഡ് അൾസർ. അപ്പോൾ ഈവൺ ദോ ഇറ്റ് ഇസ് എക്സ്പോസ് ടു ദ എൻവയൺമെൻറ്റ്, ഇവിടെ ഈ ഡയബറ്റിക് ഫുഡ് അൾസർ വരുമ്പോൾ അവിടെ ഒരു വെറ്റ് ഗാംഗ്രീൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഡ്രൈനസ് ആവുന്നില്ല. So it's an exception in this situation. And then the last one we have is gas gangrene. Gas gangrene എന്ന് പറയുമ്പോൾ ക്ലോസ്ട്രീഡിയം പെർഫറൻജിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് അതാണ് ഇവിടെ ഡിപിക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ വന്നിട്ട് നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരുപാട് ബ്ലിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ ഇത് മൈക്രോബയോളജിയിൽ ഇൻ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഇതൊരു ഗാംഗ്രീൻ്റെ ഒരു വകഭേദമാണ്. അപ്പോൾ ഇതിന് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് വിളിക്കുന്നത് ഈ മരിച്ചുപോയ ടിഷ്യൂസ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യണമെങ്കിൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഒരു എയർ അതിൻ്റെ അകത്ത് സ്റ്റക്കായി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളതിനെ ഗ്യാസ് ഗാംഗ്രീൻ എന്ന് വിളിക്കുന്നത്. ഇത് വെറ്റ് ഗാംഗ്രീൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഗാംഗ്രീനും നമ്മൾ ഡിസ്കസ് ചെയ്തു. And then the final one is Zenker's degeneration. അപ്പോൾ ഇവിടെ ഒരു coagulative necrosis of the skeletal muscles. മറ്റേ നമ്മൾ ഓരോ ടിഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സ്കെലിറ്റൽ മസിൽസിൽ coagulative necrosis വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വാക്സി ഫോർമേഷൻ വരും. അപ്പോൾ ഒരു വാക്സി ഡീജനറേഷൻ വരും. ഇത് മെയിൻലി നമ്മൾ കാണുന്ന ടൈഫോയിഡ് ഫീവറിലാണ്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് ക്രോക്കിൽ ഇപ്പോൾ യുക്രൈനിൽ പഠിച്ച പിള്ളേർക്കാണെങ്കിൽ അറിയാം, സ്റ്റെറിക് കാൻഡിൽസ് എന്ന് പറഞ്ഞൊരു ക്രോക്ക് 1 ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ ക്ലാസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സെങ്കേഴ്സ് ഡീജനറേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. സോ അഗൈൻ ഇറ്റ് ഈസ് ദി കോയാഗുലേറ്റീവ് നെക്രോസിസ് ഓഫ് ദി സ്കെലിറ്റൽ മസിൽ ഇൻ ടൈഫോയിഡ് ഫീവർ. അപ്പോൾ ഇത് മെയിൻലി സംഭവിക്കുന്നത് നമ്മുടെ റെക്ടസ് അബ്ഡോമിനസിലോ അല്ലെങ്കിൽ ഡയഫ്രം മസിൽസിലൊക്കെയാണ്. അപ്പോൾ ഒരു മെഴുകുതിരി പോലെ അല്ലെങ്കിൽ മെഴുക് പോലത്തെ അതേ ഒരു സിമിലാരിറ്റി നമുക്ക് ഈ സ്കെലിറ്റൽ മസിൽസിൽ കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് സെങ്കേഴ്സ് ഡീജനറേഷൻ അതായത് സെങ്കേഴ്സ് നെക്രോസിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് MBBS അല്ലെങ്കിൽ FMG സ്റ്റുഡൻസിൻ്റെ ടോപ്പിക്സ് ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അനാറ്റമിയിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, പാത്തോളജിയിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പാത്തോളജീൻ്റെ ക്ലാസ്സസ് നമുക്ക് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അനാറ്റമിയിലേക്ക് പോകാം. അനാറ്റമിയിൽ നമ്മളിപ്പോൾ എംബ്രിയോളജി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നഴ്സിംഗ് സ്റ്റുഡൻസിനായിട്ട് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി നഴ്സിംഗ് നോക്കുന്നുണ്ട്, അതേപോലെ നഴ്സിംഗ് ഫൗണ്ടേഷനും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ്. ആൻഡ് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കമൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.